കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി മാർഗദർശക മണ്ഡൽ നടത്തുന്ന ധർമ്മസന്ദേശ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിലെ വിവിധ ഗുരുപരമ്പരകളിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നാണ് ധർമ്മസന്ദേശ യാത്ര തുടങ്ങിയത്. ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ് ധർമ്മസന്ദേശ യാത്രയുടെ മുഖ്യ രക്ഷാധികാരി. തിരുവനന്തപുരത്തെത്തിയ ധർമ്മസന്ദേശ യാത്രയ്ക്ക് ശ്രീകാര്യം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രൗഢോജ്വലമായ സ്വീകരണം നൽകി. തുടർന്ന് മണക്കാട് ചിന്മയ പത്മനാഭയിൽ സംഘടിപ്പിച്ച ഹിന്ദു നേതൃസംഗമത്തിൽ സന്യാസി ശ്രേഷ്ഠർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അധ്യക്ഷ പ്രഭാഷണം നടത്തി. ഹിന്ദു എന്ന പദം സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും നമ്മുടെ മതമാണെന്ന് പറയും. മതം എന്ന വാക്കിനെ കണ്ടെത്താൻ വളരെ ചുരുക്കമായിട്ട് അവിടെയൊക്കെ കാണാൻ പറ്റും. അത് തന്നെ നമ്മൾ എന്നറിയുന്ന മതം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നു. ഹിന്ദു എന്നുള്ള പദം ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള നാമമായിരുന്നു. ഭാരതത്തിലെ ജനങ്ങളെ ഭാരതീയർ എന്ന് പറയുന്ന പോലെ, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാരെന്ന് പറയുന്ന പോലെ, ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ അഖണ്ഡ ഭാരതത്തിലെ ജനങ്ങളുടെ പൊതുവായ പേരായിരുന്നു ഹിന്ദു എന്നുള്ളത്. അവരുടെ സംസ്കാരത്തിനെ സൂചിപ്പിക്കുന്ന ഒരു നാമമായിരുന്നു. അതിനൊരു മതം എന്നുള്ള ലേബൽ ഒട്ടിച്ചത് പാശ്ചാത്യ ഭരണാധികാരികളാണ്. അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യം അവർക്ക് മതപരിവർത്തനം എന്നുള്ളത് ലക്ഷ്യമായിരുന്നതുകൊണ്ടാണ്. അതിന് മുൻപ് ഇസ്ലാമിക അധിനിവേശക്കാരും മതപരിവർത്തനം ശ്രമിച്ചെങ്കിലും അവര് വാളയുടെ ബലം കൊണ്ട് മാത്രമാണ് മതപരിവർത്തനം ശ്രമിച്ചത്. പക്ഷേ കൂടുതൽ ബൗദ്ധികമായ തലത്തില് ഭാരതത്തെ കീഴടക്കിയത് ബ്രിട്ടീഷുകാരാണ്. അവരാണ് നമ്മുടെ ഹിന്ദു ഒരു മതമാണ്, മാത്രമല്ല ഇതിന്റെ തന്നെ ഭാഗമായി വന്ന ബുദ്ധമതം വേറെയാണ്, ജൈനമതം വേറെയാണ്, സിഖ് മതം വേറെയാണ്. ഇന്നത്തെ ലോകത്തിലെല്ലാം ഇതൊക്കെ പ്രത്യേകം മതങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല നമ്മളിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജാതി സമ്പ്രദായം, കാസ്റ്റ് സെൻസസ്, അതും തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ സാംസ്കാരികമായ സ്വാതന്ത്ര്യം ഇനിയും നമുക്ക് നേടിയിരിക്കും. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നേടിയ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ, നമ്മുടെ ഭരണഘടന സൃഷ്ടിച്ചവർ, അവർക്കാർക്കും തന്നെ നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങളെപ്പറ്റി ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന്റെ കുറവ് നമ്മുടെ ഭരണഘടനയിലും ഇന്നത്തെ നിയമങ്ങളിലും ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനത്തിലെല്ലാം ഉണ്ട്. അപ്പൊ അവിടെയാണ് സ്വാമിയുടെ വാക്ക് പ്രസക്തമാകുന്നത്. ഇദ്ദേഹം പറഞ്ഞ പഞ്ചയജ്ഞങ്ങളെ പറ്റുന്ന ഒരു സാമാന്യ ധാരണ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കാലാനുസൃതമായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ട്.